നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോഴിവിടെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേഗത്തിൽ കടന്നു വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നതാവാം. ചിലപ്പോൾ സാമ്പത്തിക പുരോഗതി വന്ന് ചേരുന്നതാവാം. ഇവിടെ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ വേണ്ടി ചെറിയ രീതിയിൽ പരിശ്രമിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായാൽ പോലും അവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സഹായവും എത്തിച്ചു നൽകും എന്നുള്ളതാണ്. അതായത് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു സമയം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. കൂടാതെ പലർക്കും ജോലി ലഭിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ജോലി, ബിസിനസ് എന്നിവയിലൂടെയൊക്കെ സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവുന്നുണ്ട്. ഇവിടെ സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ സങ്കടങ്ങൾക്കൊരു അവസാനം ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ നിലവിലെ നിങ്ങളുടെ മോശം സാഹചര്യങ്ങൾ മൂലം നിങ്ങളുടെ മനോബലം, സമാധാനം, സന്തോഷം ഇവയൊക്കെ നഷ്ടപ്പെട്ട് മൊത്തത്തിലൊരു നിരാശയിൽ, നെഗറ്റീവ് എനർജിയിലൊക്കെ ഇരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ മാനസിക ശക്തി, മനോബലം ഇവയൊക്കെ വീണ്ടെടുക്കാനായിട്ട് ഒരു ഏകാന്തത നിങ്ങളിൽ പലർക്കും ഇപ്പോൾ വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് കാണുന്നത്. അതായത് എല്ലാവരിൽ നിന്നും ഒരു അകലം പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന ഇടങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സ്വയം നിങ്ങളെ ശാന്തമാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഇപ്പോൾ നിങ്ങൾ നേരിടുന്നത് എത്ര വലിയ സങ്കടങ്ങളായാലും, എത്ര വലിയ വെല്ലുവിളികളായാലും അതിനെയൊക്കെ വളരെ വേഗത്തിൽ പരിഹരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് കാണുന്നത്. ഇവിടെ നിങ്ങളിൽ പല ആളുകളും വളരെ ബുദ്ധിപൂർവം പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപായിട്ടും അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ തന്നെ ചിന്തിക്കുക. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളിൽ പല ആളുകളും നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ആളായിരിക്കാം. അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കൂടാതെ ഏതെങ്കിലും ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതായത് ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നിൽ ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അവിടെ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാൻ കഴിയാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമായിരിക്കാം പലർക്കും ഉള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിലുള്ള അവസരങ്ങളിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് അവയെ പ്രയോജനപ്പെടുത്തി വിജയിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ലക്ഷ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പലരും മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായുള്ള ഒരു വിവാഹം പലർക്കും സാധ്യമാവുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ഒരുപാട് അറിവുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കാനുള്ള ഒരു കഴിവിലേക്ക് നിങ്ങൾ നീങ്ങുന്നതാണ്. പല കാര്യങ്ങളിലും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, അനാവശ്യമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ചില വാക്ക് തർക്കങ്ങളിലൊക്കെ ചെന്ന്
അകപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന്. ഇനി അത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായാൽ തന്നെ അവിടെ ക്ഷമയോടെ ഇരിക്കാനും എന്ത് കാര്യം പറയുന്നതിന് മുൻപായിട്ടും അതിനെക്കുറിച്ച് നന്നായിട്ട് ആലോചിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ നിങ്ങളിൽ പലരും നിങ്ങൾക്ക് വളരെയധികം വിശ്വാസമുള്ള ഒരാളോടൊപ്പം ചേർന്ന് പുതിയൊരു സംരംഭം തുടങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ കഴിവുകളുള്ള വ്യക്തികളായിരിക്കില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങൾക്കിടയിലുള്ള ഒരു വിശ്വാസം, ബഹുമാനം, അതേപോലെ തന്നെ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ശ്രദ്ധ, ഇവയൊക്കെ കൊണ്ട് ആ ഒരു സംരംഭത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ നിങ്ങളിൽ പലരും ഇപ്പോൾ എന്തോ ഒരു കാര്യത്തിന് വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന, നിങ്ങളുടെ സമയം മുഴുവനും അതിനുവേണ്ടി ചിലവഴിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. അപ്പോൾ ആ ഒരു കഴിവിനെ വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലായിരിക്കാം നിങ്ങളുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പരിശ്രമം കൊണ്ട് ആ ഒരു കഴിവിനെ നിങ്ങൾക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികൾ, വിശ്വാസവഞ്ചന, ഇവയൊക്കെ വന്ന് ചേർന്നിട്ടുള്ള ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ജോലി, അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ, ഇവയിലൊക്കെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികൾ, നഷ്ടം, ഇവയൊക്കെ സംഭവിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. അതുമൂലം വളരെ വലിയൊരു വേദനയിലൂടെ, പ്രതിസന്ധിയിലൂടെയൊക്കെ പലരും കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വന്നു ചേർന്ന വേദനയും ദുഃഖങ്ങളും നിറഞ്ഞ ആ ഒരു സാഹചര്യത്തെ ഉൾക്കൊള്ളാനും വിട്ടുകളയാനുമൊക്കെ തയ്യാറാവേണ്ടതാണ്. ഇത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് വന്ന് ചേർന്നത് മറ്റു ചില സന്തോഷങ്ങളുടെ തുടക്കം ആണെന്ന് തന്നെ വിശ്വസിക്കുക. ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജിയെ പുറത്തേക്ക് കൊണ്ടുവരാനും നിങ്ങളുടെ ശക്തിയെ പുറത്തേക്ക് കൊണ്ടുവരാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അത്തരത്തിൽ ഇരുട്ടിൽ നിന്നും ഒരു പുതു വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഇത്തരം തിരിച്ചടികൾ നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വളരെയധികം സഹായകമാവും എന്നുള്ളതാണ്. അപ്പോഴിവിടെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.